ഇന്നേ ഒരു വിളവെടുപ്പ് വീഡിയോ ആണ്. ഇത് പച്ചക്കറിയാണോ? അല്ല. ഫ്രൂട്ടാണോ? അതുമല്ല. ഇത് രണ്ടുമല്ലാത്ത സാധനം. മനസ്സിലായോ? നമ്മുടെ സ്വന്തം നാരങ്ങ. നമുക്കിവിടെ 4 വെറൈറ്റി നാരങ്ങയുണ്ട്. ഒടിച്ചൂത്തി നാരങ്ങ, ഗണപതി നാരങ്ങ, പിന്നെ പിഴിഞ്ഞു കുടിക്കുന്ന ചെറുനാരങ്ങ. ഇതുമല്ലാത്തോ ചൈനീസ് ഓറഞ്ചും ഉണ്ട്. അത് നാരങ്ങയുടെ ഗണത്തിൽപ്പെടുന്നതാണല്ലോ. നമ്മുടെ ഈ നാരങ്ങയ്ക്കെല്ലാമേ ഹൈ ഡിമാൻഡുള്ളത് ചൂട് സീസണിലാണ്. അപ്പോൾ ഇത് എൻ്റെ ഒടിച്ചൂത്തി നാരങ്ങയാണ്. നിറയെ പഴുത്ത് നിൽക്കുകയാണ്. ഇനി നമ്മളിത് പറിച്ചില്ലെങ്കിൽ പലരും പൊഴിഞ്ഞു പോകും. അപ്പോൾ ഇന്ന് നമുക്കിവരെ കുറേ പേരെ പറിച്ചെടുക്കാം. ഇതേ ദൈവത്തിൻ്റെ പേരിലുള്ള നാരങ്ങയാണ്. ഇതിന് പറയുന്നതാണേ ഗണപതി നാരങ്ങയാണ്. ഇത് മുറിച്ച് കഴിയുമ്പോഴേ ഗണപതിയുടെ തല പോലെ ഇരിക്കും. ആനയുടെ തലയും തുമ്പിക്കൈയും എല്ലാം ഉണ്ട്. ചില പൂജകൾക്ക് ഈ നാരങ്ങയാണ് ഉപയോഗിക്കുന്നത്. പിന്നെ മെഡിസിനൽ വാല്യൂവിൻ്റെ കാര്യത്തിലും ഇവൻ കേമൻ തന്നെയാണ്. നാരങ്ങാക്കറിക്കും ഇത് സൂപ്പറാണ്. നമ്മുടെ വീട്ടിൽ എന്നും ഡിമാൻഡുള്ള സാധനമാണ് നാരങ്ങ. അച്ചാറിടാനും വെള്ളം കുടിക്കാനും ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മുടെ വീട്ടിലുണ്ടാകുന്ന നാരങ്ങകൾ തന്നെയാണ്. നമ്മുടെ നാരകമെല്ലാം ഒരു സൈഡാണ് നട്ടിരിക്കുന്നത്. ഇത് നമ്മുടെ ബൗണ്ടറി വോളാണ്. ഇവിടെയാണ് നമ്മുടെ ഒടിച്ചൂത്തി നാരകം. പിന്നെ ഇതാണ്ട് നമ്മുടെ കറി നാരകം, അതായത് ഗണപതി നാരങ്ങ ഉള്ളത്. പിന്നെ ഇവിടെ നമ്മൾ 2 കൊച്ചു നാരകം കൂടെ നട്ടിട്ടുണ്ട്. ഈ ഏരിയ സെലക്ട് ചെയ്യാൻ കാരണം നല്ല വെയിൽ വേണം നാരകത്തിന് വളരാൻ. ഇത് നമ്മുടെ ബൗണ്ടറി വോളാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ഒരു ഇടവഴിയും കഴിഞ്ഞിട്ട് അടുത്ത വീടുകളുള്ളൂ. അപ്പോൾ എന്താണ്, ഇങ്ങോട്ട് നല്ല സൺലൈറ്റ് കിട്ടും. ഒരു മരങ്ങൾ പോലും ഇവരെ ബ്ലോക്ക് ചെയ്യുന്നില്ല. നാരകത്തിന് അത്യാവശ്യം വേണ്ടതാണ് വെളിച്ചം, സൺലൈറ്റ്. നമ്മുടെ ഈ ഒടിച്ചൂത്ത് നാരങ്ങയെ അച്ചാറിടാൻ മാത്രമല്ല ജ്യൂസ് ഉണ്ടാക്കാനും കൊള്ളും കേട്ടോ. പക്ഷേ നമ്മളിതിനെ മിക്സിയിലിട്ട് അടിക്കണം. കാരണം പിഴിഞ്ഞെടുത്താൽ ഇതിന് ജ്യൂസ് കിട്ടത്തില്ല. അപ്പോൾ എന്ത് പറ്റും, നമ്മൾ ഈ തൊലി ഒന്ന് ചെത്തും. തൊലി ചെത്തിയതിന് ശേഷം ഇതിനെ 4ആയിട്ട് മുറിച്ചിട്ട് മിക്സിയിലിട്ട് ഒറ്റയടിപ്പ്. കൂടുതൽ അടിക്കുകയും ചെയ്യരുത്, പിന്നെ വെച്ചുകൊണ്ടിരിക്കുകയും ചെയ്യരുത്. നാരങ്ങ വെള്ളം നമ്മൾ കുറേയേറെ സമയം അടിച്ച് വെച്ചാൽ ഇത് കയ്പായി പോകും. അപ്പം തന്നെ യൂസ് ചെയ്താൽ ഏറ്റവും നല്ല സാധനമാണ്. പണ്ടുള്ളവർ പറയുന്ന പോലെ ഗണപതിക്കുള്ളത് ആദ്യം കൊടുക്കണം. സോ നമ്മുടെ നാരങ്ങ വിളവെടുപ്പ് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം നമ്മുടെ പഴുത്ത ഗണപതി നാരങ്ങ അങ്ങ് പറിച്ചേക്കാം. സോ ഇതങ്ങ് പറിക്കുകയാണ് ഞാൻ. ഒരെണ്ണം എടുക്കുന്നുള്ളൂ, മറ്റേത് അവിടെ നിൽക്കട്ടെ. കുറച്ചുകൂടെ പഴുത്തിട്ട് നമുക്ക് പറിക്കാം. ഇത് നമ്മുടെ കറി നാരങ്ങയാണല്ലോ. അപ്പോൾ ഇന്ന് തന്നെ ഇത് കറിയാക്കി വെച്ചാൽ കുറേ ദിവസത്തേക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് നമ്മുടെ ഗണപതി നാരങ്ങ അല്ലെങ്കിൽ കറി നാരങ്ങ. ഇത് നല്ല പഴുത്തതാണ്. ഇവൻ പഴുത്ത് വന്നിട്ടില്ല, കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞിട്ട് അവനെ പറിക്കാം. അടുത്തത് ഞാൻ പറിക്കുന്നതേ നമ്മുടെ ഒടിച്ചൂത്തി നാരങ്ങയാണ്. ഇത് നമ്മളിപ്പോൾ എടുക്കുന്നത് അച്ചാറിടാനാണ്. കാരണം നാരങ്ങ പിഴിഞ്ഞെടുക്കാനുള്ളത് നമുക്ക് വേറെ ഇഷ്ടം പോലെ ഉണ്ട്. നമ്മുടെ ചെറുനാരകത്തെ തന്നെയുണ്ട്. അതുകൊണ്ട് ഇതങ്ങ് ഞാൻ അച്ചാറിന് വേണ്ടി എടുക്കുവാണ്. ഇനി ഇത് പറിച്ചില്ലെങ്കിലേ ഇവരൊക്കെ പൊഴിഞ്ഞ് താഴോട്ട് പോകും. അപ്പം നമുക്ക് ഇതെല്ലാം നമ്മൾ അച്ചാറിടാനാണ് ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ തൊലിക്ക് ഭയങ്കര കട്ടിയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇതിനെ ഉപ്പുവെള്ളത്തിൽ ഒരാഴ്ച കുതിർത്തിടും, മുറിച്ചിട്ട്. അല്ലെങ്കിൽ ആവി കയറ്റും. അതിനുശേഷം അച്ചാറിടും. അങ്ങനെ ആകുമ്പോൾ ഈ കട്ടി അങ്ങോട്ട് മാറി അലിഞ്ഞു വരും. ഇങ്ങോട്ടാണല്ലോ വെയിലുള്ളത്, അതുകൊണ്ട് ഈ നാരകം ഇങ്ങോട്ട് വളർന്നാണ് നിൽക്കുന്നത്. അപ്പം ഞാൻ ഇവിടെ നിന്ന് എത്തിക്കുത്തി പറിച്ചെടുക്കുകയാണ്. സോ നമ്മളിപ്പോൾ പറിച്ചെടുത്താണ് ഇത്രയും നാരങ്ങ. ഇവിടെ നിന്ന് 2 സെക്ഷനാണ് നമുക്കിവിടെ ഉള്ളത്. ഒടിച്ചൂത്തി നാരങ്ങയും പിന്നെ ഗണപതി നാരങ്ങയും. അത് രണ്ടുമാണ് നമ്മൾ ഇത്രയും പറിച്ചത്. ഇതെല്ലാം അച്ചാറിടാം, ഇതിന്ന് കറിയാക്കി വെക്കാം. നമ്മളുടെ ഈ നാരകങ്ങളൊക്കെ നിലത്ത് നട്ടിരിക്കുന്നതുകൊണ്ട് നമുക്ക് ഡെയിലി വെള്ളം ഒഴിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഒരു ഓൾട്ടർനേറ്റ് ഡേയ്സ് വെള്ളം ഒഴിച്ചാലും മതി. പക്ഷേ നല്ലപോലെ അടിയിൽ പൊതയിട്ട് കൊടുക്കും. എന്തെങ്കിലുമൊക്കെ ചപ്പിച്ചാപ്ര, വാഴ വെട്ടുന്നത് അങ്ങനെ എല്ലാം വെച്ച് നമ്മൾ പൊതയിട്ട് കൊടുക്കും. പിന്നെ നമ്മൾ ചെയ്ത് കൊടുക്കുന്നതേ നമ്മുടെ ഓർഗാനിക് സ്ലറി ഡൈല്യൂട്ട് ചെയ്ത് ഒഴിച്ച് കൊടുക്കും. അതൊരു മാസം ഒഴിക്കുകയാണെങ്കിൽ അടുത്ത മാസം നമ്മൾ
ചാണകപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഇതൊക്കെ ഒത്തിരി പ്രായമുള്ള നാരകങ്ങളാണ് കേട്ടോ. പണ്ടേ നമുക്കുള്ളതാണ് ഇതെല്ലാം ഇവിടെ. ഇതാണ് നമ്മുടെ ചൈനീസ് ഓറഞ്ച്. ഇത് നാരങ്ങയുടെ ഗണത്തിലും പെടും, ഓറഞ്ചിൻ്റെ ഗണത്തിലും പെടും. നിറയെ കായുണ്ട്. ഇവർക്കും അത്യാവശ്യം വേണ്ടത് നല്ല വെയിലുള്ള ഏരിയ തന്നെയാണ്. ഇവിടെ പഴുത്ത് നിൽപ്പുണ്ട്. ഈ ചൈനീസ് ഓറഞ്ച് നല്ല പഴുത്തതാണ്. അപ്പോൾ ഇത് മാത്രം നമുക്കങ്ങ് പറിച്ചേക്കാം. ഇവിടെയൊക്കെ ഉണ്ട്, ഇവരൊന്നും പഴുത്തിട്ടില്ല. ഇതൊന്നും പഴുത്ത് വന്നിട്ടില്ല. അപ്പോൾ ഈ പഴുത്തത് മാത്രം നമുക്കെടുക്കാം. ഇത് നമ്മുടെ ഒടിച്ചുകുത്തിയുടെ ഗണത്തിൽപ്പെടുന്നതാണെങ്കിലും നമ്മളിത് മെയിൻലി എടുക്കുന്നത് നാരങ്ങ വെള്ളം അടിക്കാനാണ്. ഇത് നമ്മൾ മിക്സിയിലിട്ട് അടിച്ചാണ് എടുക്കുന്നത്. സോ അങ്ങനെ ഒരു ദിവസത്തെ നാരങ്ങ വിളവെടുപ്പാണ് ഇത്രയും നാരങ്ങ. ഇവിടെയേ നല്ലൊരു പഴുത്തത് കിടപ്പുണ്ട്, അതുകൂടി അങ്ങ് എടുത്തേക്കാം. നല്ല വെയിലുള്ള ഏരിയ നോക്കി അത്യാവശ്യം 1-2 നാരകം നട്ടാൽ നമ്മുടെ വീട്ടിലേക്കുള്ള നാരങ്ങകളെല്ലാം നമുക്ക് ഇങ്ങനെ പറിച്ചെടുക്കാം. അച്ചാറിടാനും നാരങ്ങ വെള്ളത്തിനും നാരങ്ങ കറി ഉണ്ടാക്കാനും എല്ലാത്തിനും പറ്റിയ നാരങ്ങകൾ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. അധികം കാര്യമായിട്ട് കെയർ ഒന്നും വേണ്ട. വെള്ളവും വളവും കുറച്ച് വീതം കൊടുത്താൽ മതി. പിന്നെ നല്ല വെയിലുള്ള ഏരിയ മാത്രം ശ്രദ്ധിക്കണം. സോ ഇങ്ങനെ നമുക്കും പറിച്ചെടുക്കാം.